നമ്മൾ ആർഡിനോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഡിസ്പ്ലേസ്, പ്രത്യേകിച്ച് OLED എന്ന് വിളിക്കുന്ന ഡിസ്പ്ലേകളെ എങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുക. ആർഡിനോ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പ്ലേ സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിസ്പ്ലേ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പല ടൈപ്പ് ഡിസ്പ്ലേകളുണ്ട്. നമുക്ക് LCD ഡിസ്പ്ലേകളുണ്ട്, OLED ഡിസ്പ്ലേകളുണ്ട്, TFT ഡിസ്പ്ലേകളുണ്ട്. അപ്പൊ അതില് കുറച്ച് ക്വാളിറ്റി ഉള്ളതും ഒരുപാട് വേരിയേഷൻസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ OLED എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഒരു OLED യെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സും കൂടെ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് OLED യെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിലും അതെങ്ങനെയാണ് ആർഡിനോയിലേക്ക് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും കവർ ചെയ്യുന്നത് OLED എന്ന ആ ഒരു ഡിസ്പ്ലേ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ്. OLED എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റുക, DHT ലെവൽ ഉപയോഗിച്ച് നമുക്ക് ടെമ്പറേച്ചർ ഡിസ്പ്ലേ എങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്കൊരു സ്മൈലി ഫേസ് ഡിറ്റക്ടർ, അതായത് ഒരാളടുത്ത് ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചിരിക്കുന്ന മുഖം എങ്ങനെ നമുക്ക് വരയ്ക്കാം എന്നുള്ളതുമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും 3 കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഡിസ്പ്ലേ ഉപയോഗിക്കാനുള്ള ഒരു ലോജിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൊജക്റ്റുകൾ ബിൽഡ് ചെയ്യാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് 3 ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ക്ലാസ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാലോ. നമുക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് ചോദിക്കേണ്ട, നിങ്ങൾ എഴുതി വെച്ചോളൂ. ലാസ്റ്റ് നമുക്ക് ഇരിക്കാമേ, വർക്ക്ഷോപ്പ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇരിക്കാം. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ശരി, തുടങ്ങാമല്ലോ അല്ലെ. ഓക്കെ, ചാറ്റ് ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ചാറ്റിൽ കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടിരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും റെഡി എന്നൊന്ന് ചാറ്റിലേക്ക് കേട്ടോ. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് എന്താണ് OLED ഡിസ്പ്ലേ? നമുക്ക് ആദ്യം തുടങ്ങാം. OLED ഡിസ്പ്ലേ എന്താണ് എന്നുള്ളത്, ഒരു ഡിസ്പ്ലേ ആണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ, ഡിസ്പ്ലേ ആണ്. OLED എന്ന് പറഞ്ഞാൽ എന്താണ്? OLED അതിന്റെ ഒരു ഫുൾ ഫോം വരുന്നത് എങ്ങനെയാണ്? ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, അതായത് ഒരു LED ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഓർഗാനിക് എന്നുള്ള ഒരു വാക്ക് ശരിക്കും അത് ഇതിനകത്ത് കാർബൺ ബേസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. കാർബണിന്റെ ബേസ് ചെയ്ത് വരുന്ന ചില മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് അതിനെ ഓർഗാനിക് എന്ന് വിളിക്കാൻ കാരണം. അല്ലാതെ ഇത് മറ്റേ ഇതൊന്നും അല്ല കേട്ടോ, എക്കോ ഫ്രണ്ട്ലി ആ ഒരു കാറ്റഗറിയിൽ വരുന്നതല്ല. അതായത് ഓർഗാനിക് വിളിക്കാൻ കാരണം കാർബൺ ബേസ് ചെയ്തിട്ടുള്ള എലമെന്റ്സ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. സോ ഇതാണ് OLED ഡിസ്പ്ലേ. അതിന്റെ പ്രത്യേകത എന്താണ്? സെൽഫ് എമിറ്റിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ ബാക്ക് ലൈറ്റ് വേണ്ട. ബാക്ക് ലൈറ്റ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ LCD ഡിസ്പ്ലേകളെ കാണുകയാണെങ്കിൽ, നിങ്ങൾ LCD ഡിസ്പ്ലേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അറിയാം അതിനൊരു ബാക്ക് ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റ് കത്തിയിട്ട് ശേഷം ഒരു നിഴലാണ് പുറത്തേക്ക് വരുന്നത്. അതായത് നമുക്ക് ആ ബ്ലാക്ക് ലൈറ്റ് ചില ഭാഗങ്ങൾ മറച്ചു പിടിക്കുന്നതാണ് നമ്മൾ കാണുന്ന ഡിസ്പ്ലേ. അപ്പൊ ഒരു മഞ്ഞ കളർ ലൈറ്റ് ആണെങ്കിൽ അതിലൊരു കറുത്ത കളറിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും. അത് മറച്ചു പിടിക്കുന്ന ഭാഗമാണ്, അല്ലെ, നിഴലാണ് പുറത്തേക്ക് അടിക്കുന്നത്. പക്ഷെ OLED ഡിസ്പ്ലേ അങ്ങനെയല്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. എന്ത് ചെയ്യണം? അതിന് ബാക്ക് ലൈറ്റ് ഇല്ല. എവിടെയാണോ ടെക്സ്റ്റ് വേണ്ടത്, കണ്ടന്റ് വേണ്ടത്, അവിടെയുള്ള LED മാത്രം ഓൺ ആക്കിക്കൊണ്ടാണ് OLED വരയ്ക്കുക. അപ്പൊ ഒരു വലിയ അറയ്ക്കകത്ത് ഒരുപാട് LED അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അറയ്ക്കകത്ത് നമ്മൾ എന്ത് ടെക്സ്റ്റ് ആണോ അല്ലെങ്കിൽ എന്ത് ഡിസ്പ്ലേ ആണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് വരുന്ന ആ പിക്സലുകളെ മാത്രം ലൈറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഔട്ട്പുട്ട് തരുന്ന ഡിവൈസ് ആണ് OLED. അപ്പൊ അതിന്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല കോൺട്രാസ്റ്റ് ആയിരിക്കും. അപ്പം എത്ര ലോ ലൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ LED കത്തുന്ന കാരണം നമുക്ക് നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്ന രീതിക്കായിരിക്കും. വളരെ ചെറിയ മൊഡ്യൂളുകൾ അവൈലബിൾ ആണ്. അതായത് വളരെ ചെറിയ മൊഡ്യൂളുകളിൽ ഹൈ റെസൊല്യൂഷൻ അവൈലബിൾ ആണ്. വളരെ ചെറിയ മൊഡ്യൂളുകളിൽ ഹൈ റെസൊല്യൂഷൻ അവൈലബിൾ ആണ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. മറ്റൊരു കാര്യം, I2C ഇന്റർഫേസ് ബിൽറ്റ് ഇൻ ആണ്. I2C നമുക്കറിയാം ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണല്ലേ. അപ്പൊ I2C കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കാം. LCD ഡിസ്പ്ലേ യൂസ് ചെയ്യുന്ന സമയത്ത് I2C ഉപയോഗിക്കാനായിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒരു I2C മോഡ്യൂൾ അതിനകത്തേക്ക് എന്ത് ചെയ്തിരുന്നു, സോൾഡർ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് I2C യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ എല്ലാ പിന്നുകളിൽ നിന്നും ഉപയോഗിക്കേണ്ടി വരും. പക്ഷെ OLED അങ്ങനെയല്ല. OLED വരുന്നത് തന്നെ മാർക്കറ്റിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നത്, ബിൽറ്റ് ഇൻ I2C കൂടിയാണ് വരാറ്. അപ്പൊ 4 പിന്നേ ഉള്ളൂ നമുക്ക് കണക്ഷൻ ചെയ്യാനായിട്ട്. 4 വയർ കണക്ഷൻ ആണ് OLED ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത്. നമ്മൾ LCD ആയിട്ടൊരു കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ
ബാക്ക് ലൈറ്റ് OLED ഇല്ല, LCD ഉണ്ട്, ബാക്ക് ലൈറ്റ് ഉണ്ട്. കോൺട്രാസ്റ്റ് നോക്കുകയാണെങ്കിൽ OLED ഹൈ ആണ്, ഹൈ കോൺട്രാസ്റ്റ് ആണ്. LCD അതൊരു ലിമിറ്റഡ് കോൺട്രാസ്റ്റ് ആണ് വരുന്നത്. ഗ്രാഫിക്സ് വരയ്ക്കാൻ, അതായത് പടമൊക്കെ വരയ്ക്കാൻ ഗ്രാഫിക്സിന് OLED പറ്റും, യെസ് ആണ്. ആൻഡ് LCD ഡിസ്പ്ലേക്കകത്ത് നമുക്ക് ടെക്സ്റ്റ് മാത്രമേ പറ്റിയിരുന്നുള്ളൂ. നമ്മൾ എടുക്കുകയാണെങ്കിൽ I2C രണ്ടിലും സെപ്പറേറ്റ് മോഡ്യൂൾ വെച്ചിട്ട് നമുക്ക് I2C ചെയ്യാനായിട്ട് സാധിച്ചു. കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ ഇതാണ് ഒരു മേജർ കമ്പാരിസൺ ആയിട്ട് വരിക. നമ്മൾ ഈ OLED ഒന്ന് നേരിട്ട് കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ടൊന്ന് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നതാണ് OLED ഡിസ്പ്ലേ. ഇത് പല വേരിയേഷൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 0.96 ഇഞ്ചസ് വരുന്ന ഒരു സിംഗിൾ കളർ OLED ആണ്. സിംഗിൾ കളർ എന്ന് വിളിക്കാൻ കാരണം മൾട്ടി കളർ ഉണ്ട് കേട്ടോ. RGB ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന OLED-കൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ നമ്മൾ ഇന്നൊരു സിംഗിൾ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന OLED ഡിസ്പ്ലേ. ഇത് മാർക്കറ്റിൽ വൈഡ്ലി അവൈലബിൾ ആണ്. ഇതില് 4 പിന്നുകളാണ് വരുന്നത്. 4 പിൻ കണക്ഷൻ ആണ് വരുന്നത്. സാധാരണ 150-200 രൂപ റേഞ്ച് വരും കേട്ടോ. വലിയ വിലയില്ല. ഒരു 200, കുറച്ച് 300 രൂപയ്ക്കൊക്കെ നമുക്ക് ഒരു മൾട്ടി 3-4 കളറുള്ളതൊക്കെ കിട്ടും. കളറൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഫോളോ ചെയ്താൽ മതി. 4 പിൻ ആണ് ഇതിൽ വരുന്നത്. നമ്മൾ പിന്നുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട്, VCC, SCL, SDA. ഗ്രൗണ്ട്, VCC, SCL, SDA. സോ SCL, SDA കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് എന്താണ്, I2C കമ്മ്യൂണിക്കേഷൻ ആണ്. SCLും SDAയും I2C കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. പിന്നെ VCC ഗ്രൗണ്ട് 5 വോൾട്ട് സപ്ലൈയിലാണ് വർക്ക് ചെയ്യുക. ഈവൻ 3.3ലും വർക്ക് ചെയ്യും. സോ ഇത് അർഡിനോയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ESP32 പോലുള്ള കൺട്രോളറുകളിലേക്ക് കണക്ട് ചെയ്യണമെങ്കിലും കണക്ട് ചെയ്യാം. 3.3ലും വർക്ക് ചെയ്യും, 5ലും വർക്ക് ചെയ്യും. I2C കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിച്ചിരുന്നത്. വളരെ കുറച്ച് പവർ മതി ഈ ഒരു മോഡ്യൂള് വർക്ക് ചെയ്യാനായിട്ട്. സോ ഇതാണ് OLED ഡിസ്പ്ലേ. ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്? അപ്പൊ നമുക്ക് അതിന്റെ ആദ്യത്തെ പ്രോജക്റ്റ് ഒന്ന് ചോദിക്കാം. സോ ഫസ്റ്റ് പ്രോജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. ഒരു ഹലോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എങ്ങനെ ഈ OLED-കകത്ത് ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ആദ്യം ഒന്ന് കണക്ഷൻസ് ചെയ്യാം. എങ്ങനെയാണ് ഈ OLED ഡിസ്പ്ലേ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. കണക്ട് ചെയ്യാനായിട്ട് 4 വേറെ ഉള്ളൂ. സോ ബ്രെഡ് ബോർഡ് എടുത്തത് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ പിന്നിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാം. ഒരു കണക്ഷന് വേണ്ടി മാത്രം ബ്രെഡ് ബോർഡ് എടുത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് പവർ സപ്ലൈ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ആദ്യം ഈ ഫുൾ ലൈനിനെ ഒന്ന് പവർ പോസിറ്റീവ് നെഗറ്റീവ് ആക്കുകയാണ്. ആ ലൈനിനെ അങ്ങ് പോസിറ്റീവ് നെഗറ്റീവ് ആക്കിയിട്ട് അവിടെ നിന്ന് എടുക്കാനുള്ള പരിപാടിയാണ്. സോ ആദ്യം ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തു. അടുത്ത വരുന്നത് VCC ആണ്. VCC നമുക്ക് 5 വോൾട്ട് കൊടുക്കാം. സോ 5 വോൾട്ട് തന്നെ എടുക്കാം. VCC-യിലേക്ക് ഞാൻ 5 വോൾട്ടിൽ നിന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. അടുത്ത വരുന്നത് SCL, SDA എന്ന് പറയുന്ന 2 പിന്നുകളാണ്. SCLും SDA എന്ന് പറയുന്നത്. അതിലെ SCL, അർഡിനോയിൽ ഏതാ SCL? അർഡിനോയില് SCL എന്ന് പറയുന്ന പിന്ന് A5 ആണ്. അർഡിനോയിലെ SCL എന്ന് പറയുന്നത് A5, SDA എന്ന് പറയുന്നത് A4. ആ പിന്നെ മാറത്തില്ല കേട്ടോ. നമുക്ക് വേറൊരു പിൻ അസൈൻമെന്റ് ഇല്ല. ഇൻബിൽഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, I2C പിൻസ് ഡിഫൈൻഡ് ആണ്. ഏതൊക്കെയാണ്? SCL എന്ന് പറയുന്നത് A5ഉം SDA എന്ന് വിളിക്കുന്നത് A4ഉം ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അതാത് പിന്നുകളിൽ തന്നെ കണക്ട് ചെയ്യേണ്ടതാണ്. ഇത്രയാണ് നമുക്ക് കണക്ഷൻസിൽ വരിക. സിമ്പിൾ കണക്ഷൻ ആണ്. VCC, ഗ്രൗണ്ട്, SCL, SDA ഇത്രയേ വരുന്നുള്ളൂ. അടുത്ത നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിംഗിലേക്കാണ് പോവുക. അപ്പോൾ നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം. നമ്മൾ OLED ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൈബ്രറികൾ ആവശ്യമാണ്. OLED ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് ലൈബ്രറികൾ ആവശ്യമാണ്. സോ ആ ലൈബ്രറികളെ കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അതിൽ ആവശ്യമുള്ള ആദ്യത്തെ ലൈബ്രറി എന്ന് പറയുന്നത്
ഈ OLEDയുടെ ഗ്രാഫിക്സ് ലൈബ്രറിയാണ്. OLED ഗ്രാഫിക്സ് ലൈബ്രറി എന്ന് പറയുന്നത് അഡാഫ്രൂട്ട് GFX എന്ന് പറയുന്ന ഒരു ലൈബ്രറിയാണ്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. അഡാഫ്രൂട്ട് അണ്ടർസ്കോർ GFX. ഇതാണ് ലൈബ്രറി. അഡാഫ്രൂട്ട് GFX ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയത്. ഇതാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലൈബ്രറി. ഒരു ലൈബ്രറി മാത്രം പോരാ, 2 ലൈബ്രറികൾ ആവശ്യമാണ്. രണ്ടാമത്തെ ലൈബ്രറി എന്ന് പറയുന്നത് ഇതിന്റെ ഡ്രൈവർ. OLED യൂസ് ചെയ്യാനായിട്ട് ഒരു ഡ്രൈവർ, ഇന്റേണൽ ഡ്രൈവർ ഉണ്ട്. അപ്പൊ ആ ഡ്രൈവറിന്റെ ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി എന്ന് പറയുന്നതും അഡാഫ്രൂട്ട് അണ്ടർസ്കോർ SSD 1306. അഡാഫ്രൂട്ട് അണ്ടർസ്കോർ SSD 1306. അപ്പൊ നിങ്ങൾക്ക് ഒരു ലൈബ്രറിയും കൂടെ ഇവിടെ കിട്ടും. ഏതാണ്? അഡാഫ്രൂട്ട് SSD 1306 ബൈ അഡാഫ്രൂട്ട്. ഈ 2 ലൈബ്രറികളാണ് നമുക്ക് OLED വർക്ക് ചെയ്യിക്കാനായിട്ട് ആവശ്യം. ഈ 2 ലൈബ്രറികളെയും നമ്മൾ എന്ത് ചെയ്യണം? 2 ലൈബ്രറികളെയും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഈ 2 ലൈബ്രറികളെയും ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ. ഇനി ലൈബ്രറി ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കോഡിങ്ങിലേക്ക് വരാം. സോ കോഡിങ്ങിൽ ഇനിഷ്യൽ സ്റ്റെപ്സിൽ നമുക്കറിയാം, ആദ്യമേ തന്നെ നമ്മൾ ലൈബ്രറികളാണ് കൊടുക്കുക. സോ ഫസ്റ്റ് ലൈബ്രറീസ് include. ഏതാണ് ഫസ്റ്റ് ലൈബ്രറി? wire.h. എന്തുകൊണ്ടാണ് അത് wire.h എടുത്ത് എന്തുകൊണ്ടാ നമ്മൾ wire.h ഉപയോഗിക്കാൻ കാരണം എന്താണ്? നമ്മൾ I2C കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. സോ I2C കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കാരണം I2C യൂസ് ചെയ്യുന്ന ലൈബ്രറിയാണ് wire.h. wire.h നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാളേഷന്റെ ആവശ്യം വരുന്നില്ല. അടുത്ത എന്താണ്? നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത 2 ലൈബ്രറികൾ. ഒന്നാമത്തത് include adafruit underscore GFX.h. adafruit underscore GFX.h. ഓക്കെ. ഇനി ഒരു ലൈബ്രറിയും കൂടെ വേണം, include. അതും ഏത് തന്നെയാണ്? adafruit underscore SSD, ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ ശ്രദ്ധിച്ചോണേ, 1306.h. അഡാഫ്രൂട്ട് GFX ലൈബ്രറിയും അഡാഫ്രൂട്ട് SSD 1306 ഡ്രൈവർ ലൈബ്രറിയും നമ്മൾ എന്ത് ചെയ്തു? ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ. അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാണ്. നമുക്കറിയാം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലെ, നമ്മൾ പേര് കൊടുക്കണം. അതിൽ wire.hനും GFX ലൈബ്രറിക്കും സെപ്പറേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ SSD 1306 ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, നമ്മളൊരു പേര് കൊടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ലൈബ്രറിയുടെ പേര് adafruit underscore SSD 1306. ലൈബ്രറിയുടെ പേര് അതുപോലെ എഴുതി സ്പേസ് ഇട്ടതിന് ശേഷം പേരാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ എന്ന് കൊടുത്തത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും പേര് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ കൊടുക്കുന്ന പേരാണ് ഡിസ്പ്ലേ. ഡിസ്പ്ലേ നമുക്ക് 4 പാരാമീറ്ററുകളാണ് പാസ് ചെയ്യേണ്ടത്. ബ്രാക്കറ്റിനകത്ത് പാസ് ചെയ്യേണ്ടത് 4 പാരാമീറ്ററുകളാണ്. ആദ്യത്തത് റെസല്യൂഷൻ. നമ്മുടെ ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഞാൻ എടുത്തിരിക്കുന്ന ഡിസ്പ്ലേക്ക് 128,64 128/64 ആണ് ഈ ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ. ഡിസ്പ്ലേയുടെ റെസല്യൂഷൻ നിങ്ങൾ മേടിക്കുന്ന മോഡൽ അനുസരിച്ച് മാറും. അതിന്റെ ഡാറ്റ ഷീറ്റ് നോക്കിയിട്ട് ആ ഡിസ്പ്ലേ റെസല്യൂഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കണം കേട്ടോ. അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാൻ ഉപയോഗിക്കുന്നത് 0.96 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ്. അതിന് 128/64 ആണ് റെസല്യൂഷൻ. അടുത്തത് നമ്മൾ യൂസ് ചെയ്യുന്നത് I2C കമ്മ്യൂണിക്കേഷൻ ആണ്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആൻഡ് വയർ. ഓക്കെ, ആൻഡ് വയർ. അടുത്ത നമ്മൾ റീസെറ്റ് ഇല്ല, അതുകൊണ്ട് നമുക്ക് -1. ജസ്റ്റ് ഫീൽഡ് എംറ്റി ആക്കി ഇടണ്ട, -1. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാരാമീറ്റേഴ്സ് കൊടുക്കുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പൊ ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തു, ലൈബ്രറിയുടെ ഒബ്ജക്റ്റും ക്രിയേറ്റ് ചെയ്തു, കഴിഞ്ഞു. അടുത്ത നേരെ സെറ്റപ്പിലേക്ക് വരികയാണ്. I2C പിൻസ് ആണ്, പിൻ മോഡ് വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലൈബ്രറി വെച്ചിട്ട് കോൾ ചെയ്യുന്ന കാരണം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതി പോവാം. സോ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഡിസ്പ്ലേ ബിഗിൻ ചെയ്യാം. ഡിസ്പ്ലേ ഡോട്ട് ബിഗിൻ. ഡിസ്പ്ലേ എന്ന് പറയുന്നത് അറിയാലോ, നമ്മളിപ്പോ ലൈബ്രറിക്ക് കൊടുത്ത ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേ ഡോട്ട് ബിഗിൻ വെറുതെ എഴുതിയാൽ പോരാ,
ഡിസ്പ്ലേ ഡോട്ട് ബിഗിനകത്ത് അത് ബിഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പാരാമീറ്റർ വേണം. ഒന്ന് ഡ്രൈവർ ആണ്, SSD 1306. ഞാൻ എഴുതുന്ന ഇതുപോലെ തന്നെ എഴുതണം കേട്ടോ, അണ്ടർസ്കോർ ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ്, സ്വിച്ച് ക്യാപ്പ് VCC, SSD 1306 അണ്ടർസ്കോർ സ്വിച്ച് ക്യാപ്പ് VCC, സ്പേസ് ഇടരുത്, ഫുൾ ക്യാപിറ്റൽ ലെറ്ററിൽ ഇതുപോലെ തന്നെ എഴുതുക. കോമ ഇട്ടതിന് ശേഷം നിങ്ങൾ ഇനി കൊടുക്കേണ്ടത് I2C അഡ്രസ് ആണ്. നമ്മുടെ OLED ഡിസ്പ്ലേയുടെ I2C അഡ്രസ് ആണ്. സോ 0x3C. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എന്റെ കയ്യിലിരിക്കുന്ന OLED ഡിസ്പ്ലേയുടെ I2C അഡ്രസ് ആണ് 0x3C എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടി? ഞാൻ I2C സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ മേടിക്കുന്ന സാധാരണ ഈ കാറ്റഗറിയിൽ വരുന്ന എല്ലാ OLED ഡിസ്പ്ലേക്കകത്തും 0x3C തന്നെ ആകാനാണ് ചാൻസ്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിട്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതല്ല, അത് I2C അഡ്രസ് വേറെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ, അതായത് ഔട്ട്പുട്ട് കൃത്യമായിട്ട് കിട്ടാതൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഒരു I2C സ്കാനർ കോഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, I2C അഡ്രസ് എടുക്കാം കേട്ടോ. I2C അഡ്രസ് എടുത്തതിന് ശേഷം ഇവിടെ ആ അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. മോസ്റ്റ് കോമൺലി യൂസ്ഡ്, അതായത് OLED ഡിസ്പ്ലേക്കകത്ത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് 0x3C ആയതുകൊണ്ട് നമുക്ക് ഇവിടെ 3C ആണ് എന്റെ ഇരിക്കുന്നത്. 3C ആയത് കാരണം ഞാൻ അഡ്രസ് കൊടുക്കുന്നേ ഉള്ളൂ. അത് എന്തിന്റെ കൂടെ വരുന്നതല്ല, നമുക്ക് ഇത് തന്നെ ആകണം എന്ന് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. നമ്മൾ സാധാരണയായിട്ട് I2C അഡ്രസ് എന്ത് ചെയ്യാണ്, സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിക്കലാണ് പതിവ്. ഇനി നമ്മൾ ഡിസ്പ്ലേ കാണിക്കാനുള്ള കാര്യങ്ങളാണ് എഴുതുന്നത്. സോ ഡിസ്പ്ലേയുടെ ആ ഒരു ലൈബ്രറി നമ്മൾ ബിഗിൻ ചെയ്ത് കഴിഞ്ഞു, ആ ഫംഗ്ഷൻ ബിഗിനായി ആക്റ്റീവായി. ഇനി എന്ത് ചെയ്യണം, ഡിസ്പ്ലേ ചെയ്യാനായിട്ട്. സോ ആദ്യം ഞാൻ ഫുൾ സ്ക്രീനെ ഒന്ന് ക്ലിയർ ആക്കാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫുള്ള് മാച്ച് കളഞ്ഞ് ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ഡിസ്പ്ലേ ഡോട്ട് ക്ലിയർ ഡിസ്പ്ലേ. ക്ലിയർ ഡിസ്പ്ലേ പറയുന്നത് എന്താണ്, നമ്മുടെ ഫുള്ള് ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്യാം, അതിനകത്തൊന്നും വേണ്ട, ഫുൾ ആയിട്ട് മാച്ച് കളഞ്ഞ് ആ ഒരു ബ്ലാക്ക് സ്ക്രീനിലേക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ക്ലിയർ ഡിസ്പ്ലേ. രണ്ടാമത്തത്, നമുക്കറിയാം ഇത് ഒരു ടെക്സ്റ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കണമെങ്കിൽ സാധാരണ LCD മോഡ്യൂളിനകത്താണെങ്കിൽ ടെക്സ്റ്റിന് സൈസ് ഒന്നുമില്ല, കാരണം ഓൾറെഡി അതിനൊരു സൈസ് ഉണ്ട്, അതിലേ കാണിക്കുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല, OLED ഡിസ്പ്ലേക്കകത്ത് 128/64 പിക്സൽസ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സൈസിലുള്ള ടെക്സ്റ്റുകൾ പ്രിന്റ് ചെയ്യാം. അപ്പൊ ടെക്സ്റ്റിന്റെ സൈസ് എന്ത് ചെയ്യണം, നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് സൈസ്, ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് സൈസ്. നിങ്ങൾക്ക് 1, 2, 3 മൂന്നും കൊടുക്കാം കേട്ടോ. 1 എന്ന് പറയുന്നത് തീരെ ചെറുതായിരിക്കും, 2 മിഡിലിൽ നിൽക്കും, 3 എന്ന് പറയുന്നത് വലുതായിരിക്കും, 4 കൊടുക്കാം കേട്ടോ. പക്ഷെ ആ 4 എന്നൊക്കെ പറയുന്നത് വളരെ വലുതായിരിക്കും. അപ്പൊ നിങ്ങൾ ഓരോന്നും വേണമെങ്കിൽ ടെക്സ്റ്റിനെ ഓരോന്നായിട്ട് കൊടുത്തു നോക്കി നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോ ഇവിടെ 2 എടുക്കാണ്. ചെറുതും അല്ല വലുതും അല്ല, ഒരു മിഡിലിൽ കിട്ടുന്ന എടുക്കും. അടുത്തത് നമ്മൾ കളറാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ഇതൊരു സിംഗിൾ കളറേ ഉള്ളൂ എന്റെ ഇരിക്കുന്ന ഡിസ്പ്ലേ. ചില കളറിൽ മൾട്ടി കളർ വരുന്നുണ്ട്. സോ എന്തിരുന്നാലും നമ്മൾ കളർ കൊടുക്കണം. കളർ കൊടുക്കുന്നത് എങ്ങനെയാണ്, ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് കളർ. ഓക്കെ, ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് വൈറ്റ്, കാരണം എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, എൻ്റെ അത് ഒരു കളറേ ഉള്ളൂ. സോ ആ വൈറ്റ് എന്ന് അങ്ങ് എഴുതുകയാണ്. നിങ്ങൾ ചിലതിനകത്ത് യെല്ലോ വരുന്നുണ്ട് കേട്ടോ, യെല്ലോ വരുന്നുണ്ട്, ഗ്രീന് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ കളർ ആ കളറിലേക്ക് മാറ്റാം. RGB മോഡ്യൂളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പല കളറിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പൊ എനിക്ക് ഓപ്ഷൻ ഇല്ല, വൈറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വൈറ്റ് ആണ് എഴുതുന്നത്. അടുത്തത്, എവിടെയാണ് ടെക്സ്റ്റ് കാണിക്കേണ്ടത്, ആ പിക്സൽ ഏതാണ്. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഡിസ്പ്ലേ ഡോട്ട്, ഇത്തവണ നമ്മൾ കർസർ സെറ്റ് ചെയ്യാം, സെറ്റ് കർസർ. ഓക്കെ, കർസർ ഇവിടെ 128/64 ഉണ്ട് കേട്ടോ. അപ്പൊ ഒരു മിഡിലൊക്കെ കിട്ടാനായിട്ട് നമുക്ക് 30/25. ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലം മാറ്റി മാറ്റി കൊടുത്ത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ സ്ഥലം മാറ്റി മാറ്റി കൊടുത്ത് ആ ലൊക്കേഷൻ ഏതാണ്, ആ കർസറിന്റെ പോയിന്റ് കണ്ടുപിടിച്ചെടുത്താണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് മുകളിലാണെങ്കിൽ താഴേക്ക് ഇറക്കാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കാം. സോ 30/25 ആണ് എന്റെ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്റെ ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. ഓക്കെ, ഇനി എനിക്ക് പ്രിന്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ്, ഒരു ഹലോ എന്നുള്ളൊരു വാക്കാണ് പ്രിന്റ് ചെയ്യുക. അത് പ്രിന്റ് ചെയ്യാനുള്ള ടെക്സ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതാം. അതിന് ഡിസ്പ്ലേ ഡോട്ട് പ്രിന്റ് LN കേട്ടോ. പ്രിന്റ് LN യൂസ് ചെയ്യാം. നമ്മൾ സീരിയൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പ്രിന്റും പ്രിന്റ് LN യൂസ് ചെയ്യാം. ഒരേ ലൈനിൽ വേണമെങ്കിൽ പ്രിന്റ്, 2 ലൈനിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് LN യൂസ് ചെയ്യാം. നമുക്ക് കൊടുക്കേണ്ട ടെക്സ്റ്റ് ഡബിൾ കോട്ട്സിൽ കൊടുക്കാം. സോ ഹലോ എന്നൊരു ടെക്സ്റ്റ് ആണ് ഞാൻ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ പ്രിന്റ് ഇത്രയും കഴിഞ്ഞാലും
ശരിക്കും ആ ഡിസ്പ്ലേ വരണമെങ്കിൽ, ആ ഡിസ്പ്ലേ പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഡിസ്പ്ലേ ആക്റ്റീവ് ആകണമെങ്കിൽ ഈ ഫൈനൽ ലൈന് മസ്റ്റ് ആണ്. ഡിസ്പ്ലേ ഡോട്ട് ഡിസ്പ്ലേ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷനെ ഉറപ്പായിട്ട് ആദ്യത്തെ ഡിസ്പ്ലേ നമ്മൾ കൊടുത്ത പേര് ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിസ്പ്ലേ എന്ന് വിളിക്കുന്ന ഈ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കോൾ ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡിസ്പ്ലേ വരത്തുള്ളൂ. ഓക്കെ, ഒരു ചെറിയ ഡിലേ അപ്ലൈ ചെയ്യുന്നു, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കിടക്കട്ടെ. 2 സെക്കൻഡ് ഡിലേ. ലൂപ്പിനകത്ത് ഞാനൊന്നും എഴുതുന്നില്ല, കാരണം എനിക്ക് ഈ ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രം കാണിച്ചാൽ മതി. വേറെ ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ലൂപ്പിനകത്ത് ഒന്നും എഴുതുന്നില്ല. ഓക്കെ, ഇത്രയാണ് കോഡ് വരുന്നത്. അപ്പൊ നമുക്ക് കോഡ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് അതിനെ ഒന്ന് കണക്ട് ചെയ്യാം. സോ ഇത് ഓൺ ആയോ എന്ന് അറിയാൻ വലിയ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ലൈറ്റ് നമ്മൾ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേ അറിയാവൂ. ഓക്കെ, പോർട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ കോഡ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അപ്ലോഡിങ് കഴിഞ്ഞു. അപ്പോ നമുക്ക് ഹലോ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, കണ്ടല്ലോ അല്ലേ? നമ്മളൊരു ക്യാമറയുടെ ഫ്ലിക്കറിംഗ് ആണ്, ജസ്റ്റ് ഇങ്ങനെ ഫ്ലിക്കർ ആവത്തില്ല കേട്ടോ. നിങ്ങൾ എന്റെ ക്യാമറയുടെ ആ ഒരു ഫ്ലിക്കറിംഗ് ആണ് കാണുന്നത്. നിങ്ങൾ ആക്ച്വലി നോക്കുമ്പോൾ ജസ്റ്റ് ഹലോ എന്ന് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്നതേ കാണാവും. ഹലോ കണ്ടല്ലോ അല്ലേ? സോ എങ്ങനെയാണ് ഒരു സിമ്പിൾ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. നമുക്ക് ആ കോഡ് ഒന്നും കൂടെ നോക്കാം. കോഡിനകത്ത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്താ ചെയ്തേ? ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലൈബ്രറീസ് അല്ലെ, നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസ് ഇൻക്ലൂഡ് ചെയ്തു. ആ ലൈബ്രറിയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ലൈബ്രറി ബിഗിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ക്ലിയർ ഡിസ്പ്ലേ, അതായത് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് ക്ലിയർ ഡിസ്പ്ലേ കൊടുത്ത് ക്ലിയർ ചെയ്തു. രണ്ടാമത് ടെക്സ്റ്റിന്റെ സൈസ്, ഹലോ എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ സൈസ് സെറ്റ് ചെയ്തു. സോ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ അടുത്ത സ്റ്റെപ്പിൽ അത് മാറ്റിയെന്ന് വിചാരിക്കും. അപ്പൊ 2 മാറ്റിയിട്ട് ഞാൻ 3 ആക്കുകയാണ്. കണ്ടോ, 3 ആക്കുകയാണ്. 3 ആക്കിയതിന് ശേഷം ഞാൻ അപ്ലോഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈസിൽ വരുന്ന ചേഞ്ച് എന്താണെന്നുള്ള അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹലോ എന്നുള്ള വാക്ക് എത്ര വലിപ്പത്തിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാം. ഇങ്ങനെയാണ് അതിൽ വ്യത്യാസം വരിക. അപ്പൊ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടെക്സ്റ്റ് സൈസ് സ്വയം കൊടുത്തു നോക്കുക കേട്ടോ. സോ അടുത്തത് നമ്മൾ ടെക്സ്റ്റ് സൈസ് ആണ് കൊടുത്തത്. അതിനുശേഷം എന്ത് കൊടുത്തു? കളർ. എനിക്ക് വേറെ കളർ ഓപ്ഷൻ ഇല്ല, എന്റെ കയ്യിരിക്കുന്ന ബോർഡ് ഒരൊറ്റ കളർ. ശരിക്കും നീല കളറിലാണ് ഈ വരുന്നത്. ഞാൻ വൈറ്റ് എന്ന് അടിച്ചാലും നീലയെന്നേ വരുള്ളൂ, കാരണം അതിലൊരു കളറേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മൾട്ടിപ്പിൾ കളർ ഉള്ള ബോർഡാണ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കളറിൽ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കാം. അടുത്ത വരുന്ന സെറ്റ് കഴ്സർ അറിയാലോ. ഈ ഫുൾ സ്ക്രീനിനകത്ത് എവിടെയാണ് ഈ ടെക്സ്റ്റ് കാണിക്കേണ്ടത്? ഇത് ടോപ്പിലാണോ, ബോട്ടം ലൈനിലാണോ, സൈഡിലാണോ, എവിടെയാണോ കാണിക്കേണ്ടത് എന്നുള്ളതാണ് സെറ്റ് കഴ്സർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പിക്സൽ റേഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത്. 30-25 എന്ന് പറയുന്ന പോയിന്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് println കമാൻഡ് ആണ്. println ഡബിൾ കോട്ട്സിനകത്ത് നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യിക്കേണ്ടത് അത് നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഇതെല്ലാം ചെയ്തിരുന്നാലും നമ്മൾ മസ്റ്റ് ആയിട്ട് കോൾ ചെയ്യേണ്ടത് എന്താണ്? ഡിസ്പ്ലേ ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടത്. ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ് ശരിക്കും എന്ത് വരുന്നത്? ഈ ഡിസ്പ്ലേ തെളിഞ്ഞ് വരുന്നത്. ആ ഡിസ്പ്ലേ ആക്റ്റീവ് ആകുന്നത് ആ സമയത്ത് മാത്രമായിരിക്കും. ഓക്കെ, ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒറ്റ തവണ മാത്രം ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ടാണ് സെറ്റപ്പിൽ എഴുതിയത്. നമുക്ക് ഇനി മെയിൻ കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ലൂപ്പിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ OLED സെറ്റ് ചെയ്യേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ക്ലിയർ ആണല്ലോ അല്ലെ? OLED എങ്ങനെയാണ് ടെക്സ്റ്റ്. ഇനി ഇവിടെ നിന്നും കൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഓക്കെ, കേട്ടില്ല. ഒന്നുകൂടെ പറയൂ. വോയിസ് ക്ലിയർ ആയില്ല. ആദ്യം വയറ് കൊടുത്തതില് എനിക്ക് വോയിസ് ബ്രേക്ക് ആയി കേട്ടോ. എനിക്ക് ഇപ്പോഴും കേട്ടില്ല ഞാൻ. എന്താണ്? വയറിംഗ് ചെയ്തതില് എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയില്ല കേട്ടോ വോയിസ്. പിന്നെ പെർമനന്റ് ആണോ ചോദിക്കുന്ന സാർ? അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെയാണോ ചോദിച്ചത്? പിന്നെ പെർമനന്റ് ആണോ എന്നാണോ ചോദിച്ചത്? ഓക്കെ, നമ്മള് I2C കണക്ഷൻ ചെയ്യുമ്പോൾ നമ്മള് 2 പിന്നുകളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. 2 പിന്നാണ് വരുന്നത്, SCL SDA എന്ന് പറയുന്ന 2, ഒരു ക്ലോക്ക് ഒരു ഡാറ്റയാണ് വരുന്നത്. അത് സാധാരണയായിട്ട് പിന്നെ പെർമനന്റ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചില ലൈബ്രറികൾ ഉപയോഗിച്ചിട്ട് പിന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഏറ്റവും നല്ല ചോയ്സ് അത് തന്നെ എടുക്കുന്നതാണ്. A4ഉം A5ഉം ആണ്. Adenoയിൽ A4 A5 എന്ന് പറയുന്നത് പിന്നെ I2C ഡെഡിക്കേറ്റഡ് ആണ്. ഓക്കെ, നമ്മൾ അതിന് മാറ്റം ഡിഫോൾട്ട് പിന്നാണത്. നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തതില് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ വെറുതെ ഒരു ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് പകരം ഒരു സെൻസറിന്റെ റീഡിംഗ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത്. സോ അടുത്ത സെൻസറിന്റെ റീഡിംഗ് കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടെമ്പറേച്ചർ സെൻസറാണ്. സോ ഒരു ടെമ്പറേച്ചർ സെൻസറിനെ എങ്ങനെയാണ് നമുക്ക് അത് ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കുന്നത് DHT സെൻസറാണ്. സോ DHT11 എന്ന് പറയുന്ന സെൻസറാണ് നമ്മൾ ടെമ്പറേച്ചർ സെൻസിങ് എടുക്കാനായിട്ട് യൂസ് ചെയ്യാം. കാരണം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ലൈബ്രറി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് DHT സെൻസറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന കാരണം ഈസി യൂസ് ആയതുകൊണ്ട് എടുത്താണേ. ഓക്കെ, സെൻസർ എടുക്കുക. സെൻസറിൽ നിങ്ങൾക്ക് അറിയാം 3 പിന്നുകളാണ്, VCC, ഗ്രൗണ്ട് ആൻഡ് ഡാറ്റ. VCC, ഡാറ്റ, ഗ്രൗണ്ട് അല്ലെ. സോ കണക്ഷൻസ് ചെയ്യാണ്. VCC പ്ലസിലേക്ക് കൊടുത്തു, ഗ്രൗണ്ടിലേക്കും കൊടുത്തു. ഓക്കെ, VCC ആൻഡ് ഗ്രൗണ്ട് കണക്ഷൻ കൊടുത്തു. അടുത്ത വരുന്നത് ഡാറ്റ എന്ന് പറയുന്ന പിന്നെ അതിന്റെ മിഡിലിൽ ഇരിക്കുന്ന പിന്നാണ്. ഓക്കെ, ഡാറ്റ പിന്നും എടുത്തു. ഡാറ്റ പിന്ന് കൊടുത്തിരിക്കുന്ന ആർഡിനോയിലെ ഡിജിറ്റൽ പിൻ ഏത് വേണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഞാനിപ്പോ 5 എടുക്കുന്നു. 5 തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിൻ എടുക്കാം. സോ ഒരു സിമ്പിൾ കണക്ഷൻ ആണ്. DHT സെൻസർ OLEDയും വെച്ചിട്ട് ഈ സെൻസറിന്റെ ഔട്ട്പുട്ട് ഡാറ്റ അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഡാറ്റ ഈ OLED ഡിസ്പ്ലേയിൽ കാണിക്കണം. അതാണ് നമ്മുടെ ആവശ്യം. സോ ഇനി അടുത്ത കോഡിലേക്ക് പോവാണ്. ഓക്കെ, ഞാൻ ഈ കോഡ് നിന്നുകൊണ്ട് തന്നെ ബാക്കി ചെയ്യാണ് കേട്ടോ. അപ്പൊ ഓൾറെഡി നമ്മൾ ഇത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നിട്ട് ബാക്കി ചെയ്യാണ്. അപ്പൊ അതില് സെറ്റപ്പില് ഒരു ആദ്യമേ തന്നെ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നമ്മള് DHT എന്ന് പറയുന്ന ഒരു സെൻസർ ഉപയോഗിക്കുകയാണ് അല്ലെ. DHT സെൻസർ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് DHTക്ക് ഒരു ലൈബ്രറി ഉണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാരണം ജസ്റ്റ് ഞാനങ്ങ് ചെയ്യാണ്. #include എന്താണ് DHT.h ലൈബ്രറി ഏതാണ്? DHT.h. ആ ലൈബ്രറി യൂസ് ചെയ്യുക. DHT.h യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? DHTയുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. DHT നമുക്ക് വേണമെങ്കിൽ DHT ആ പേര് തന്നെ കൊടുക്കാം, സ്മോൾ ലെറ്ററിൽ. പാസ് ചെയ്യേണ്ടത് 2 പാരാമീറ്റർ. ആദ്യത്തത് പിന്നിന്റെ നമ്പർ 5, രണ്ടാമത്തത് ഏതാണ് വെർഷൻ. സോ DHT11 നമ്മൾ 2 പാരാമീറ്ററും പാസ് ചെയ്തു. അഗൈൻ DHT സെൻസർ ഉപയോഗിക്കുന്ന കാരണം എന്ത് ചെയ്യണം? സെറ്റപ്പിനകത്ത് അത് ബിഗിൻ ചെയ്യണം, DHT ബിഗിൻ ചെയ്യണം. സോ DHT.begin ഫംഗ്ഷൻ ബിഗിൻ ചെയ്തു. അവിടെ പാരാമീറ്റർ കൊടുക്കണ്ട, ജസ്റ്റ് DHT.begin ചെയ്താൽ മതി. ഓക്കെ,
അപ്പൊ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. നമ്മൾ DHT ആണല്ലോ, സോ ഹലോ മാറ്റിയിട്ട് ഞാൻ DHT 11 കൊടുക്കുന്നു. നിർബന്ധമില്ല, ഒരു ഭംഗിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ ലൂപ്പിലാണ് കോഡ് എഴുതുക കേട്ടോ. ഇവിടെ നമ്മൾ ലൂപ്പിലാണ് കോഡ് എഴുതുന്നത്. സോ അഗൈൻ എങ്ങനെയാണ് കോഡ് എഴുതേണ്ടത്? ഫസ്റ്റ് നമുക്ക് ടെമ്പറേച്ചർ ആണ് റീഡ് ചെയ്യേണ്ടത്. സോ DHT സെൻസർ ആണ്, ടെമ്പറേച്ചർ നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഫ്ലോട്ട് ടെമ്പർ എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു. ടെമ്പറേച്ചർ റീഡ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? DHT ഡോട്ട് റീഡ് ടെമ്പറേച്ചർ, DHT ഡോട്ട് റീഡ് ടെമ്പറേച്ചർ ഫംഗ്ഷനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചറിന്റെ ഔട്ട്പുട്ട് കിട്ടും. അത് ടെമ്പ് എന്ന് പറയുന്ന വേരിയബിളിൽ സേവ് ആയി. അടുത്ത നമുക്കുള്ള ഇതാണ് ഹ്യൂമിഡിറ്റി ആണ് അല്ലെ. ഹ്യൂമിഡിറ്റി ഈസ് ഇൻ പെർസെന്റേജിലാണ് വരുന്നത്. അതും നമുക്ക് എടുക്കാം. ഫ്ലോട്ട് ഹ്യൂമിഡിറ്റിക്ക് ഞാൻ HUM എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുക്കുന്നു. അതും DHT ഡോട്ട് റീഡ് ഹ്യൂമിഡിറ്റി. സോ ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി റീഡ് ചെയ്തു. ലൈബ്രറി യൂസ് ചെയ്ത കാരണം വലിയ കാൽക്കുലേഷൻ ഒന്നുമില്ല, വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. റീഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? റീഡ് ചെയ്തിട്ട് നമ്മള് ടെമ്പ് എന്നും HUM, ഹ്യൂമിഡിറ്റിക്ക് HUM എന്ന് പറയുന്ന രണ്ട് വേരിയബിളിനകത്തേക്ക് സേവ് ചെയ്തു. ഇനിയാണ് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ചെയ്യാം. സോ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക? ഡിസ്പ്ലേ ഒന്ന് ക്ലിയർ ചെയ്യാം. ഡിസ്പ്ലേ ഡോട്ട് ക്ലിയർ ഡിസ്പ്ലേ ക്ലിയർ ചെയ്യാം. രണ്ടാമത് എന്താ കൊടുക്കുക? ടെക്സ്റ്റിന്റെ സൈസ് അല്ലെ. നമ്മൾ രണ്ടാമത് കൊടുക്കുന്നത് ടെക്സ്റ്റിന്റെ സൈസ് ആണ്. സോ ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് സൈസ്. ഓക്കെ, ടെക്സ്റ്റ് സൈസ് എത്രയാ കൊടുക്കുക? 1 കൊടുക്കാം. നമുക്ക് പിന്നീട് നോക്കിയതിന് ശേഷം അത് മാറ്റി കൊടുക്കാം. തൽക്കാലം 1 കൊടുക്കാം. ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് സൈസ് 1. ഓക്കെ, അടുത്തത് കളർ അല്ലെ. ഡിസ്പ്ലേ ഡോട്ട് സെറ്റ്, ഓക്കെ, ഡിസ്പ്ലേയുടെ സ്പെല്ലിംഗ് തെറ്റ്. ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് ടെക്സ്റ്റ് കളർ ഏതാണ്? നമുക്ക് ഓപ്ഷൻ ഒന്നുമില്ല, വൈറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് കഴ്സർ എവിടുന്നാണ് ചെയ്യേണ്ടത്? ഇപ്പൊ എനിക്ക് ഒരു എങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ലെഫ്റ്റ് ഇങ്ങറ്റത്ത് നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. സോ അതിന് നമുക്ക് ആദ്യം 0 കൊടുത്താൽ മതി. അതായത് ഡിസ്പ്ലേ ഡോട്ട് സെറ്റ് കഴ്സറിൽ ആദ്യത്തെ വാല്യൂ എത്രയാണ്? 0. രണ്ടാമത്തെ വാല്യൂ നിങ്ങളൊരു 10 കൊടുത്തു. ടോപ്പിൽ നിന്നുള്ള വാല്യൂ, സൈഡിൽ നിന്നുള്ള വാല്യൂ 0, ടോപ്പിൽ നിന്ന് 10. അത് നമുക്ക് മാറ്റി ചേഞ്ച് ചെയ്ത് ചെയ്യാം കേട്ടോ. ഒരുപാട് ചേഞ്ച് ആക്കുമ്പോഴത്തേക്കും കിട്ടും. കഴ്സർ സെറ്റ് ചെയ്തു. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് എന്താണോ ടെക്സ്റ്റ് പ്രിന്റ് ചെയ്ത് കാണിക്കേണ്ട ടെക്സ്റ്റ് അല്ലേ. ഡിസ്പ്ലേ ഡോട്ട് പ്രിന്റ് LN കൊടുക്കണ്ട, ഒരു ലൈനിൽ തന്നെയാണ് വേണ്ടത്. സോ പ്രിന്റ് ആദ്യം എന്ത് ചെയ്യുക? ടെമ്പറേച്ചർ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെമ്പ് എന്ന് പ്രിന്റ് ചെയ്യാം. ടെമ്പ് ഇസ് ഈക്വൽ ടു ഒന്നും കൂടെ പ്രിന്റ് ചെയ്യണം. ഡിസ്പ്ലേ ഡോട്ട് പ്രിന്റ് LN, ഇവിടെ പ്രിന്റ് LN കൊടുക്കാം. രണ്ടാമത്തെ ലൈനിൽ പ്രിന്റ് LN കൊടുക്കാം. ഡിസ്പ്ലേ ഡോട്ട് പ്രിന്റ് LN എന്താണ്? നമ്മുടെ വാല്യൂ അതിരിക്കുന്നത് TEMP. ഡബിൾ കോട്ട്സ് ഇടരുത്, കാരണം എന്താണ്? ആ വേരിയബിളിനകത്തിരിക്കുന്ന വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ ഡബിൾ കോട്ട്സ് ഇടാതെ ടെമ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ ടെമ്പറേച്ചർ പ്രിന്റ് ചെയ്തു. അടുത്ത എന്ത് ചെയ്യണം? അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മള് ഹ്യൂമിഡിറ്റി പ്രിന്റ് ചെയ്യണം. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ ഹ്യൂമിഡിറ്റി പ്രിന്റ് ചെയ്യണം. സോ ഹ്യൂമിഡിറ്റി പ്രിന്റ് ചെയ്യാൻ ഇത്രയും ഭാഗം വീണ്ടും എഴുതണം. സോ ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് കോപ്പി എടുത്ത് പേസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയും ഭാഗം, അതായത് ടെക്സ്റ്റ് സൈസ് 1 കൊടുത്തില്ലേ, അത് തൊട്ട് താഴേക്ക് എഴുതുക. എന്താണ് മാറ്റം വരുത്തേണ്ടത്? 0, 10 എന്നാണ് ഇട്ടിരിക്കുന്നത്. ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തതിന്റെ താഴെയാണ് വരേണ്ടത്. സോ നിങ്ങളൊരു 35 അത് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനൊരു 35 കൊടുത്തു. അതിന്റെ പുറത്തൂടെ ഓവർ റൈറ്റ് ആയിട്ട് വരികയാണെങ്കിൽ വാല്യൂ കൂട്ടി കൊടുത്ത് താഴേക്ക് ഇറക്കാം. സോ സെറ്റ് കഴ്സർ 0 and 35. ടെമ്പാണ് കൊടുത്തിരിക്കുന്നത്, അത് മാറ്റുക. എന്താണ്? ഹ്യൂമിഡിറ്റി ആണ് വേണ്ടത്. ഹ്യൂമിഡിറ്റി ഈക്വൽ ടു ടെമ്പ് എന്നുള്ള വേരിയബിൾ ആണ് കോൾ ചെയ്തിരിക്കുന്നത്, അതല്ല വേണ്ടത്, HUM ആണ് വേണ്ടത്. അത് മാത്രം മാറ്റിയാൽ മതി. അപ്പൊ നമുക്ക് മുകളിലത്തെ ലൈനിൽ ടെമ്പറേച്ചർ വാല്യൂ, ഇവിടെ ഹ്യൂമിഡിറ്റി വാല്യൂ, ഇത് രണ്ടും പ്രിന്റ് ചെയ്ത് കാണിക്കും. ലാസ്റ്റ് നമ്മൾ മറക്കാതെ എഴുതേണ്ട ഒരു ലൈൻ ഏതാണ്? ഡിസ്പ്ലേ ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ മറക്കാതെ എഴുതുക. ഒരു ഡിലേ കൊടുക്കുക കേട്ടോ. നമുക്ക് ഓരോ സമയവും പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാതെ
ഒന്ന് സ്റ്റേ ചെയ്തതിന് ശേഷം വാല്യൂ ചേഞ്ച്, കാരണം DSTക്ക് എന്തായാലും 2 സെക്കൻഡ് സമയം എടുക്കും വാല്യൂ ചേഞ്ച് വരാനായിട്ട്. സോ അതൊരു ഡിലേ ആയിട്ട് വരുക. സിമ്പിൾ അല്ലേ? ജസ്റ്റ് നമ്മൾ സീരിയൽ പ്രിന്റ് എഴുതിയ പോലെ തന്നെ, പക്ഷെ സെറ്റ് സൈസ് എഴുതണം, കളർ എഴുതണം, ആ കൾച്ചർ എവിടെയാണെന്ന് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യിക്കേണ്ടത് എന്താണെന്നുള്ള എഴുതുക. നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കിയാലോ? അപ്ലോഡ്. ഡിസ്പ്ലേ സ്പെല്ലിംഗ് തെറ്റിയല്ലേ? കോപ്പി എടുത്ത് വേസ്റ്റ് ചെയ്തല്ലേ? ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്ലോഡ് ആയി കേട്ടോ. അത് എറർ അല്ല, അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി വാല്യൂ ഇവിടെ കാണാം. കണ്ടോ, വളരെ ചെറുതാണല്ലേ? പക്ഷെ ഈവൻ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും കാണാം. വേണമെങ്കിൽ ടെക്സ്റ്റ് സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇവിടെ ഇപ്പൊ ടെമ്പറേച്ചർ ഹ്യൂമിഡിറ്റി നിങ്ങൾക്ക് കാണാം, വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, ടെമ്പറേച്ചർ സൈസ് നമുക്ക് വേണം, സോറി, നമുക്ക് ടെക്സ്റ്റ് സൈസ് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. 1.5 ഇടാൻ പറ്റത്തില്ല കേട്ടോ, ഒരു പ്രശ്നമാണ്. 1 കഴിഞ്ഞാൽ പിന്നുള്ളത് 2 ആണ്. 2 ഇട്ട് നോക്കാം. രണ്ടിടത്തും 2 ഇട്ടു. അപ്പൊ ഈ 35 എന്നുള്ളത് 45 ആക്കിയാലും ചിലപ്പോൾ ഓവർ റൈറ്റ് ആയിക്കളും. എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ടെമ്പറേച്ചർ 35 കാണിക്കുന്നുണ്ട്, ഹ്യൂമിഡിറ്റി 98 കാണിക്കുന്നുണ്ട്. അത് കുറച്ചും കൂടെ വലിയ സൈസ് വരുത്ത രീതിക്ക് ചെയ്യാം. ഓക്കെ, ഇതാ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇപ്പോ വലുതായിട്ടാണ് വന്നത്. ഒരു കുഴപ്പം, 35.60 അങ്ങ് താഴെ പോയി കേട്ടോ. 60 എന്ന് പറയുന്ന വാല്യൂ, ഹ്യൂമിഡിറ്റി 93.00 ആണ്. ഒരു 0 അങ്ങ് താഴെ പോയി, കാണാൻ പറ്റുന്നില്ല. ഇതാണ് പ്രശ്നം വന്നത്. അപ്പൊ ആ സ്പേസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഒരു ലൈനിൽ തന്നെ നിർത്താം. സ്പേസ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇവിടെ വേണ്ട എക്സ്ട്രാ സ്പേസ് കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് കിടപ്പുണ്ട്. അതുപോലെ ഇവിടെയും ഒരു സ്പേസ് കിടപ്പുണ്ട്. അപ്പൊ ആ സ്പേസ് രണ്ടും അകത്തോട്ട് മാറ്റുമ്പോഴത്തേക്ക് അത് രണ്ടും ഒരു ലൈനിലേക്ക് കയറി വന്നു. ഓക്കെ, കണ്ടോ? ഇപ്പോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ലൈനിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പൊ ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തില് നമ്മുടേതായിട്ടുള്ള രീതിക്ക് മാറ്റിയെടുക്കാം. എങ്ങനെയാണ് ഡിസ്പ്ലേ കാണിക്കേണ്ടത് എന്നുള്ളത് നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഡിസ്പ്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒരു സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് ക്ലിയർ ആയല്ലോ അല്ലെ? സെൻസർ ഇന്റഗ്രേഷൻ ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? നമ്മൾ ആദ്യം പഠിച്ച അത്രയും കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്? ഡിസ്പ്ലേ സെറ്റ് സൈസ് ചെയ്യണം, സെറ്റ് കളർ കൊടുക്കണം, സെറ്റ് കർസർ ചെയ്യണം, എവിടെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് അല്ലെങ്കിൽ പ്രിന്റ് എല്ലാം ഉപയോഗിച്ചിട്ട് ആ ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട ടെക്സ്റ്റ് ആണെങ്കിൽ ഡബിൾ കോട്ട്സിനകത്തും, വേരിയബിൾ ആണെങ്കിൽ ഡബിൾ കോട്ട്സ് ഇല്ലാതെയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേ എന്ത് ചെയ്തോളും, ആ വാല്യൂ ഡിസ്പ്ലേ ചെയ്തോളും. ക്ലിയർ ആയോ? ഓക്കെ, ശരി. അപ്പൊ നമുക്കിനി ഒരു പ്രൊജക്റ്റും കൂടെ ചെയ്യാം. അടുത്ത പ്രൊജക്റ്റില് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ചെയ്യാനാണ്. അതായത് എനിക്കൊരു സ്മൈലി ഫേസ് അറിയാലോ, ചിരിക്കുന്ന മുഖം, അതൊരെണ്ണം നമ്മൾ ഓയിൽ ഡിസ്പ്ലേക്കകത്ത് എടുക്കാനായിട്ട് പോവാണ്. ഈ സ്മൈലി ഫേസ് വെറുതെ സ്മൈലി ഫേസ് അല്ല, എന്ത് ചെയ്യണം, ഒരാൾ അടുത്ത് വരുമ്പോൾ ചിരിക്കണം, ആരും ഇല്ലെങ്കിൽ ഒന്ന് ദുഃഖം വരുന്ന രീതിക്കുള്ളൊരു മുഖം ആയിട്ട് മാറ്റണം. രണ്ട് രീതിക്ക്, ആൾ അടുത്ത് വരികയാണെങ്കിൽ ഒരു സ്മൈലിംഗ്, ഇല്ലെങ്കിൽ നോൺ സ്മൈലിംഗ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് തരുന്ന ഒരു ഇമോജി പോലൊരു സംഭവം നമുക്ക് ചെയ്യാം. ഭയങ്കരമായ ഗ്രാഫിക്സ് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാണ്. ഒരു സിമ്പിൾ സ്മൈലി ഫേസ്, ഒരു സർക്കിളിനകത്ത് രണ്ട് കണ്ണും
ഒരു ചെറിയ മൂക്കും ഒരു ചെറിയ വായു ഒക്കെ വരുന്ന രീതിക്ക് ഒരു സ്മൈലി ഫേസ്. ആദ്യം നമുക്ക് ഈ സ്മൈലി ഫേസിനെ ഒന്ന് വരയ്ക്കാം. വരച്ചതിന് ശേഷം ഇതിനെങ്ങനെയാണ് IR സെൻസറുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന GFX ലൈബ്രറി ഉണ്ടല്ലോ, നമ്മളിപ്പം ഇതിനകത്ത് അഡാഫ്രൂട്ടിന്റെ GFX ലൈബ്രറിയാണ് യൂസ് ചെയ്യുന്നത്. ഈ GFX ലൈബ്രറിക്ക് ഒരു ഗുണമുണ്ട്, ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ഷേപ്സ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് അത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതും കൂടി ഇതിൽ പിടിക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നോക്കാം. സോ ഇത്രയും ഭാഗം മാറ്റികളയാണ്. ഓക്കെ, നമ്മൾ ഇനി ചെയ്യുന്നത് IR പ്ലസ് OLED. ഓക്കെ, ഈ പ്രോജക്റ്റ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. സെയിം ലൈബ്രറികൾ തന്നെയാണ്, DHT ഒന്നും വേണ്ട, DHT നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, ശരി. എങ്ങനെയാണ് നമുക്ക് ഡ്രോയിങ് ചെയ്യാൻ പറ്റുക? ഡ്രോയിങ് ആദ്യം ഒരു എക്സാമ്പിളിലൂടെ ഞാൻ കാണിച്ചു തരാം. അതിന് ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇവിടെ ഒന്നും മാറ്റമില്ല കേട്ടോ, ഇതൊക്കെ സെയിം. ഇവിടെയൊക്കെ നമ്മൾ ലൈബ്രറി ചെയ്തതും സെറ്റപ്പ് ചെയ്തെടുത്തൊന്നും ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് ലൂപ്പിനകത്ത് മാത്രമാണ് നമുക്ക് ചേഞ്ച് വരുന്നത്. സോ നമ്മൾ ആദ്യം ഡിസ്പ്ലേ ഡോട്ട് ക്ലിയർ ഡിസ്പ്ലേ കൊടുക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കോട്ടെ. അതായത് ഓൾറെഡി ഇവിടെ ഇരിക്കുന്നതൊക്കെ കാണും, അതൊക്കെ മാറ്റി കളയാം. എന്നിട്ട് ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കാൻ പോകും. ഒരു സർക്കിൾ വരയ്ക്കാൻ പോകും. സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ഡിസ്പ്ലേ ഡോട്ട് ഡ്രോ, ഡ്രോ എന്താണ് സർക്കിൾ, ഡിസ്പ്ലേ ഡോട്ട് ഡ്രോ സർക്കിൾ. 4 പാരാമീറ്ററാണ് അതിനകത്ത് വരുന്നത്. ഡിസ്പ്ലേ ഡോട്ട് ഡ്രോ സർക്കിളില് ആദ്യത്തെ പോയിന്റ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോയിന്റ് എക്സ് ആക്സിസ് ആണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രെയിറ്റ് ഇങ്ങനത്തെ അല്ലേ? അപ്പൊ എവിടെയാണ് ഇത് വരേണ്ടതെന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു വാല്യൂ കൊടുക്കുകയാണ് 52. അടുത്തത് Y ആക്സിസ് 24. ഓക്കെ, അടുത്തത് റേഡിയസ് ആയിരിക്കും. എത്രയാണ് ആ സർക്കിളിന്റെ റേഡിയസ്? ലെറ്റ്സ് സേ 4. അവസാനമായിട്ട് കളറാണ് കൊടുക്കേണ്ടത്. കളർ നമുക്കറിയാലോ, ഇതിൽ ഒരു കളറേ ഉള്ളൂ എന്ന്. സോ വൈറ്റ്. ഞാനൊരു സർക്കിൾ ഡ്രോ ചെയ്യാൻ പറയുന്നു. എന്താണ് വൈറ്റ് കളർ വരുന്ന ഒരു സർക്കിൾ ഡ്രോ ചെയ്യാൻ പറയാണ്. ശരി, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാൻ ഉള്ള ഒരു പാരാമീറ്ററും ഒരു കോഡും ഇത് മാത്രമേ എഴുതുന്നുള്ളൂ, വേറെ ഒന്നും എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനകത്ത് സെറ്റ് സൈസോ കർസറോ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ, ഒരു ഡ്രോ എന്ന് പറയുന്ന ഒറ്റ ഫംഗ്ഷനകത്ത് ഒരു സർക്കിൾ ഡ്രോ ചെയ്യാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു കാര്യം മറന്നു പോരുത്, ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ മറന്നു. ഡിസ്പ്ലേ ഡോട്ട് ഡിസ്പ്ലേ ഫംഗ്ഷൻ വിളിച്ചാലേ എന്ത് ചെയ്യുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഓക്കെ, നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ഇത് വന്നിട്ടിരിക്കുന്നത് കാണാം. വളരെ ചെറിയൊരു സർക്കിൾ ഇവിടെ 4 കൊടുത്തത്. അപ്പൊ വളരെ ചെറിയ സർക്കിളെ വരുള്ളൂ. അവിടെ കണ്ടോ, ഒരു ചെറിയ സർക്കിൾ വന്നിരിക്കുന്നുണ്ടോ, ഒരു കുട്ടി സർക്കിൾ. കുറച്ചുകൂടെ വലിയ സർക്കിൾ വരയ്ക്കാനായിട്ട് ഒരു ചെറിയ മാറ്റം നമ്മൾ വരുത്തിയാൽ, നമ്മൾ കൊടുത്ത വാല്യൂസിലൊക്കെ ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വലിയ സർക്കിൾ വരയ്ക്കാം. നമ്മൾ എത്രയാ വാല്യൂ എടുത്തത്? 52, 24, 4 ആണ് എടുത്തത് അല്ലേ? ഈ 4 ആണ് നമുക്ക് ശരിക്കും മാറ്റേണ്ട സാധനം. റേഡിയസ് വലുതാക്കണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നടുക്കോട്ടാക്കാം. അതിനായിട്ട് 64, 32, അടുത്തത് 4-ന് പകരം 28. റേഡിയസ് അങ്ങ് വലുതാക്കി. വേറെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, റേഡിയസ് വലുതാക്കി. എനിക്ക് കുറച്ച് നടുക്കോട്ട് വലിയൊരു സർക്കിൾ കിട്ടണം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമ്പർ ഇട്ടത്. നിങ്ങളെ ഔട്ട്പുട്ട് ശ്രദ്ധിച്ചേ, ഒരു വലിയ സർക്കിൾ കിട്ടിയില്ലേ?
ഒരു വലിയ സർക്കിൾ കിട്ടിയില്ലേ? ഇനി നമുക്ക് രണ്ട് കണ്ണ് വരച്ചാലോ? നമുക്ക് രണ്ട് കണ്ണ് വരയ്ക്കാനായിട്ട് നമുക്ക് രണ്ട് ചെറിയ സർക്കിൾ വരയ്ക്കാം. അതിനകത്ത് തന്നെ രണ്ട് ചെറിയ സർക്കിൾ. അപ്പൊ ഈ ചെറിയ സർക്കിൾ വരയ്ക്കാനായിട്ട് ഇതിന്റെ താഴെ വീണ്ടും ഡിസ്പ്ലേ ഡോട്ട്, ഇത്തവണ ഡ്രോ സർക്കിൾ അല്ല, ഞാൻ ഫിൽ സർക്കിൾ. ഫിൽ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനകത്ത് ഇപ്പൊ സർക്കിൾ മാത്രമേ ഉള്ളൂ. ഫിൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വെള്ള കളർ നിറഞ്ഞിരിക്കും. ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫിൽ സർക്കിൾ. അതിൽ ആദ്യം എന്ത് കൊടുക്കുക? നമ്മൾ നേരത്തെ കൊടുത്ത പോലെ ചെറിയ വാല്യൂ മതി, 52x. രണ്ടാമത് വൈയിലെ 24. റേഡിയസ് നമുക്ക് 4 മതി, ജസ്റ്റ് ഒരു കണ്ണിന്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് കളർ ഏതായിരുന്നു? വൈറ്റ്. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ട് കണ്ണ് വേണ്ട, ഇതിപ്പോ ഒരു കണ്ണേ ആയുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കണ്ണിന് ഡിസ്പ്ലേ ഡോട്ട് അഗൈൻ ഫിൽ സർക്കിൾ തന്നെ കൊടുക്കാം. ഫിൽ സർക്കിള്. പക്ഷെ ഇപ്പൊ 52 കൊടുത്ത വാല്യൂ. അപ്പൊ മറ്റേ അതിന്റെ നേരെ അപ്പുറത്തെ സൈഡിലാണ്, എക്സ് ആക്സിസിന്റെ അപ്പുറത്തെ സൈഡിലാണ് വേണ്ടത്. സോ 76. ഇവിടെ മാറ്റമില്ല, ഒരേ ലൈനിൽ തന്നെയാണ്. അപ്പൊ 24 തന്നെയാണ്. റേഡിയസ് മാറ്റമില്ല, ഒരേ സൈസല്ലേ കണ്ണ് വരുന്നത്, അതുകൊണ്ട് 4 തന്നെയാണ്. കളർ എന്ത് തന്നെയാണ്? വൈറ്റ് തന്നെയാണ്. നമ്മൾ രണ്ട് കണ്ണ് വരച്ചു. കണ്ണ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. I2C ഇരിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് എറർ വരുന്നത് കേട്ടോ. അപ്ലോഡിങ് എററാണ്, നിങ്ങൾ ഒന്നുകൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ട് കണ്ണ് വന്നില്ലേ? ആദ്യം ഒരു റൗണ്ട് വരച്ചു, അത് കഴിഞ്ഞ് രണ്ട് ചെറിയ റൗണ്ട് ഫില്ല് ചെയ്ത് വരച്ചപ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടി? കണ്ണ് കിട്ടി. അതുപോലെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഒരു ചിരിക്കുന്ന മുഖം, ചിരിക്കുന്ന മുഖം വരയ്ക്കാനാണ് ശ്രമം. സോ അടുത്ത ലൈനില് ഞാൻ ഇനി അത് ഫുള്ളായിട്ട് അങ്ങ് എഴുതാണ് കേട്ടോ. രണ്ട് ഫിൽ സർക്കിൾ കൊടുത്തു. അടുത്ത നമ്മൾ ഇനി എന്ത് കൊടുക്കണം? രണ്ട് ലൈനാണ് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ ഈ ചിരിക്കുന്ന മുഖം വരയ്ക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കാരണം രണ്ട് ലൈനിനെ ചേർത്ത് വയ്ക്കലാണ്. അത് ഔട്ട്പുട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവും. ലൈൻ വരയ്ക്കാൻ എന്ത് ചെയ്യാണ്? DRAW ഡ്രോ ലൈൻ കേട്ടോ. ഡ്രോ ലൈൻ എന്നുള്ള വാല്യൂ കൊടുക്കുക. ഡ്രോ ലൈൻ എന്നുള്ള വാല്യൂവിനകത്ത് നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒക്കെ കൊടുത്താൽ മതി. സോ എക്സിൽ ഇപ്പൊ ഞാൻ 50, വൈ 38. ഇത് കുറെ നേരം ഇരുന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ. ഇത് പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ കുറെ വാല്യൂ കൊടുക്കുമ്പോൾ തെറ്റും, മാറ്റി മാറ്റി കൊടുത്ത് കണ്ടുപിടിച്ചതാണേ. പിന്നെ ഒരു എളുപ്പവഴിയുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വൈറ്റ്. ഓക്കെ, രണ്ട് ലൈൻ വരയ്ക്കുന്നു. ഡിസ്പ്ലേ ഡോട്ട് ഡ്രോ ലൈൻ. ആദ്യത്തെ 50 ആയിരുന്നു, രണ്ടാമത്തത് 64, 46, 78, 78. വൈറ്റ്. ഓക്കെ, ഞാനൊരു ഫുൾ ഫേസിന്റെ ഡ്രോയിങ് ആണ് ഇപ്പൊ ചെയ്തത്. എങ്ങനെയായിരിക്കും ആ ഫേസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, ഒരു സ്മൈലി ഫേസ് ആയില്ലേ? ഇതിങ്ങനെ ഈ രണ്ട് ലൈനാണ് ഇട്ടിരിക്കുന്നത്. ഡ്രോ ലൈൻ രണ്ടെണ്ണം വരച്ചത്, ഒരെണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വരെയും ഒരെണ്ണം ഇങ്ങോട്ടുള്ള. എനിക്ക് ആ മറ്റേ ഇത് ചന്ദ്രക്കല പോലെ പകുതി സർക്കിളിൻ്റെ വരയ്ക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ഉള്ള ഓപ്ഷനെ വെച്ചിട്ട് ഒരു സ്മൈലി ഫേസ് വേണമെങ്കിൽ നിങ്ങൾക്ക് മൂക്കായിട്ട് നടുക്കൊരു ചെറിയ സ്ട്രേറ്റ് ലൈൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ ഞാൻ ഇത്രയിൽ ഒതുക്കാണ് സ്മൈലി ഫേസ്. ഓക്കെ, അപ്പൊ നമ്മൾ സ്മൈലി ഫേസ് വരച്ചു. ഇനി
നമ്മുടെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ ഒരു സ്മൈലി ഫേസ് വരയ്ക്കലല്ല. നമുക്ക് ഒബ്ജക്റ്റ് വരുമ്പോൾ ഒബ്ജക്റ്റ് വരുന്നതിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു IR സെൻസർ എടുക്കുന്നു. സോ IR സെൻസർ ഡിറ്റക്ട് ചെയ്യും. ആരെങ്കിലും അടുത്ത് വരുമ്പോൾ ചിരിക്കണം, അല്ലെങ്കിൽ ഒരു ദുഃഖിച്ച മുഖം വന്നാൽ മതി. സോ അതിന്റെ കണക്ഷൻസ് ചെയ്യാം. ഔട്ട് ECC ഗ്രൗണ്ട്. ഓക്കെ, IR സെൻസർ കണക്ട് ചെയ്തു. ഓക്കെ, IR സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് കോഡ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് കോഡ് വരാൻ ചാൻസ് എന്നല്ലേ. നമ്മൾ IR സെൻസർ ആണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, എന്തൊക്കെയാണ് മാറ്റം? IR സെൻസറിന്റെ ലൈബ്രറി ഒന്നും വേണ്ട, പക്ഷെ എന്ത് വേണം? ഒരു പിൻ മോഡ് വേണം അല്ലെ. സോ കോൺസ്റ്റന്റ് ഇൻ IR പിൻ ഈക്വൽ ടു 5 തന്നെ കൊടുക്കട്ടെ, 5 തന്നെ കൊടുക്കട്ടെ. ഓക്കെ, സെറ്റപ്പിനകത്ത് പിൻ മോഡ് IR പിന്നെ ഇൻപുട്ട്, ഒന്നും മറന്നില്ല എന്ന് വിചാരിക്കുന്നു. ഇൻപുട്ട് ആണ്, IR പിന്നെ ഇൻപുട്ട് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ലൂപ്പിനകത്ത് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? റീഡ് ചെയ്യണം അല്ലെ. സോ ഈ ക്ലിയർ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് ചെയ്യാം. ഫസ്റ്റിൽ അങ്ങ് ക്ലിയർ ഡിസ്പ്ലേ ചെയ്തേക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് റീഡ് ചെയ്യാം. സോ ഇന്റ് IR ഔട്ട് ഈക്വൽ ടു എന്താണ്? ഡിജിറ്റൽ റീഡ്. ഡിജിറ്റൽ റീഡ് IR പിൻ. ഓക്കെ, IR പിന്നിനെ റീഡ് ചെയ്തതിനു ശേഷം IR ഔട്ട് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടീഷൻ എഴുതാം. ഈഫ്. എന്റെ ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? ഈ IR ഔട്ട് എന്ന് പറയുന്നത് ഈക്വൽ ടു ട്രിഗർ ഏതാണ്? ലോയിലാണ്. ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ലോ ആണ് ആവുന്നത്. സോ ലോ. IR ഔട്ട് ലോ ആണെങ്കിൽ എന്ത് ചെയ്യാ? ഈ സർക്കിൾ, ഇപ്പൊ നമ്മൾ വരച്ച ചിരിച്ചോണ്ടിരിക്കുന്ന സർക്കിളിനെ വരയ്ക്കാം. ലോ ആണെങ്കിൽ ഈ ചിരിച്ചോണ്ടിരിക്കുന്ന സർക്കിളിനെ വരയ്ക്കുക. അത് വരച്ചു. അത് ഇവിടം വരെയാണ് ഡ്രോ ലൈൻ വരുന്നത് അല്ലെ. അതുവരെ വരച്ചു. ഇനി അല്ലെങ്കിലോ എൽസിലാണ് വരിക അല്ലെ. എൽസിനകത്ത് വരുമ്പോ നമുക്ക് ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ്, പക്ഷെ ഡ്രോ ലൈനിനകത്ത് ഒരു മാറ്റം ഉണ്ടല്ലേ. നമുക്കൊരു ദുഃഖം പോലെ വരണം. മറ്റത് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ നമുക്കൊന്ന് ദുഃഖിപ്പിക്കുമ്പോൾ അതിൽ കണ്ണ് വരെയുള്ള കാര്യങ്ങൾ, ഫിൽ സർക്കിൾ വരെയുള്ള കാര്യങ്ങൾ തൊടണ്ട. എവിടെ തൊട്ട് വന്നാൽ മതി? ഈ ഡ്രോ ലൈനിൽ അവിടെ ഒരു ചെറിയൊരു മാറ്റം. അതായത് 38 സ്ഥാനത്ത് 46 കൊടുക്കുന്നു, 64 46 സ്ഥാനത്ത് 40 കൊടുക്കുന്നു. ഇനി 64 46 സ്ഥാനത്ത് 40. ഈ മാറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 38 സ്ഥാനത്ത് 46. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസത്തോടു കൂടി ചെയ്തു. ഡിസ്പ്ലേ ഡോട്ട് ഡിസ്പ്ലേ നമുക്ക് 2000 വേണ്ട, 200. പെട്ടെന്ന് ചേഞ്ച് ആയിക്കോട്ടെ. അപ്പൊ എന്തൊക്കെയാ മാറ്റം വരുന്നത്? 2 ഡിസ്പ്ലേ. ഇത് ചിരിക്കൊണ്ടിരിക്കുന്ന ഡിസ്പ്ലേ, ഇത് ചിരിക്കാത്ത, ഒന്ന് ദുഃഖിച്ചിരിക്കുന്ന, താഴേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് ചെയ്തിരിക്കുന്നത്. സോ IR സെൻസർ ഡിറ്റക്ട് ആണെങ്കിൽ, IR ഔട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് ചിരിച്ചോണ്ടുള്ളത്, ഇല്ലെങ്കിൽ അല്ലാതെ ഒന്നും കിട്ടാനാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഇപ്പൊ ദുഃഖിച്ചിരിക്കുകയാണ്, കണ്ടോ? താഴേക്കാണ് ആ ഒരു ഇത് വരെ. ഒരു ദുഃഖം തോന്നില്ലേ? ചിരിപ്പിക്കാൻ എന്ത് ചെയ്താൽ മതി? കണ്ടോ, ഒബ്ജക്റ്റ് അടുത്തേക്ക് പോയാൽ മതി ചിരിപ്പിക്കാനായിട്ട്. ഒബ്ജക്റ്റ് മാറിയാൽ എന്തായി മാറി? ദുഃഖം. അപ്പൊ ആൾ അടുത്ത് വരുമ്പോ ഫേസ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ക്ലിക്ക് കിട്ടിയോ? ഒരു ഐഡിയ ആയോ എങ്ങനെയാണ് OLED ഡിസ്പ്ലേ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്? ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ ഐഡിയ പ്രകാരം ഒരുപാട് പ്രോഗ്രാം ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ലേ, നമുക്കൊരു എളുപ്പ വഴി ഉണ്ടെന്ന്. ഈ OLEDക്കകത്തുള്ള ഡിസ്പ്ലേ കൊണ്ടുവരാനായിട്ട്.
ആ എളുപ്പ വഴിയും കൂടെ പരിചയപ്പെടുത്തി തരാം. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിന്റെ ലിങ്ക് ആദ്യം നിങ്ങൾക്ക് തരാം. ഇതൊരു സിമ്പിൾ വെബ്സൈറ്റ് ആണ്. OLED ഡിസൈനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ. OLED ഡിസൈനർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്. അത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കട്ടെ, ഞാനത് എടുക്കാൻ പറ്റുമെന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റർഫേസ് വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് OLED ഡിസ്പ്ലേ ആണ് ഈ കാണുന്നത്, ഈ കറുത്ത കളറിലുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് ഡ്രോ ചെയ്യാം. അപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സർക്കിൾ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ സർക്കിൾ സെലക്ട് ചെയ്യുക, ആണ്ടോ എടുത്ത് നടുക്ക് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ റേഡിയസ് മാറ്റി കൊടുക്കാം. കണ്ടോ, വരച്ചു. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ സൈഡില് ഇവിടെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂസ് കാണാം. കണ്ടോ, X35, Y7, റൊട്ടേഷൻ 0, റേഡിയസ് 26. അതായത് നമുക്ക് X കിട്ടി, Y കിട്ടി, റേഡിയസ് കിട്ടി. നമുക്ക് മറ്റേ നമ്മുടെ വാല്യൂയിൽ ഇട്ടൂടെ, അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റും എത്രയാണ് വാല്യൂസ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇത് കണ്ടോ, ഇവിടെ 128/64 ആണ്. അതായത് നമ്മുടെ OLED തന്നെയാണ്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഈ വാല്യൂസ് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ആ വാല്യൂസ് ചേഞ്ച് ആവും, കാണുമ്പോൾ അറിയാം. ഇനി ഇതിനകത്ത് രണ്ട് കണ്ണ് വരയ്ക്കണം. അഗൈൻ സർക്കിൾ ആണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇതിനെ ഇവിടെ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് റേഡിയസ് കുറച്ചാൽ മതി. സോറി, ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് വെച്ചാൽ മതി. ഇനി ഇത് ഫില്ല് ചെയ്യണമെങ്കിൽ ഇതിന്റെ താഴെ ഫിൽ ഷേപ്പ് ഓപ്ഷൻ ഉണ്ട്, ടിക്ക് ചെയ്താൽ മതി. കണ്ടോ, 48, 22, 3. അതുപോലെ ഒന്നും കൂടെ വേണമെങ്കിൽ അതേ വാല്യൂവിൽ തന്നെ എന്ത് ചെയ്യുക, 48X വെച്ചാൽ അവിടെ ഓക്കെ. Y 23 തന്നെയാണ്, പക്ഷെ ഇതല്ല, റേഡിയസ് 3, ഫിൽ ഷേപ്പ്. കണ്ടോ, നിങ്ങൾ കൈ കൊണ്ട് വലിച്ചെടുത്ത് കണ്ണിന്റെ പൊസിഷൻ വെച്ചാലും മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വാല്യൂ കിട്ടി 71, 22, 3. അപ്പൊ ആ ഫംഗ്ഷൻ അകത്ത് ഇടുന്ന വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സ്മൈലി ഫേസ് വേണം, നിങ്ങൾക്ക് ലൈൻ എടുക്കാം. കേട്ടോ, ലൈൻ എടുക്കാം. ഈ ലൈൻ ഇവിടെ വെച്ചതിന് ശേഷം ഇപ്പൊ ലൈനിന്റെ ലെങ്ത് കുറയ്ക്കാം. ഇത്രയും ലെങ്ത് വേണ്ട, നമുക്ക് ആവശ്യമുള്ള ലെങ്ത് ആക്കി. ഓക്കെ, ലെങ്ത് ആക്കി. എനിക്കൊരു സ്മൈലിംഗ് ആണ് വേണ്ടത്, സോ അതിന് റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇത്രയും മതി അല്ലേ. ഓക്കെ, അപ്പോ 10 ലെങ്ത്. ഞാൻ അടുത്ത ലൈൻ എടുക്കുന്നു, 10 ആക്കുന്നു. എന്നിട്ട് ഈ ലൈനിനെ ഇവിടെ വെക്കുന്നു. റൊട്ടേഷൻ തിരിച്ച് ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിൽ ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, മൈനസ് റൊട്ടേഷൻ ഇല്ല എന്തോ. ഉണ്ട്, -5. ഓക്കെ, കണ്ടോ, ഇങ്ങനെ ആക്കാം കേട്ടോ. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിനകത്ത് നിങ്ങൾ ഇതിന്റെ താഴേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ജനറേറ്റ് കോഡ് എന്നൊരു ഭാഗം കൂടെ കാണാം. നിങ്ങൾക്ക് ഈ ഫുള്ള് നിങ്ങൾ കോംപ്ലക്സ് ആയിട്ടുള്ള കോഡൊക്കെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് കൈ കൊണ്ട് വരയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഡ്രോയിങ്ങിൽ തരുന്നുണ്ട്. ഡ്രോ, അപ്പൊ സ്മൈലി ഫേസ് എനിക്ക് ഇങ്ങനെ വരയ്ക്കാം. കേട്ടോ, ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിൽ X ഉം Y ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഈ താഴെ കാണുന്ന ജനറേറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഡ് കിട്ടും കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം അഡാഫ്രൂട്ട് ലൈബ്രറി തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ രണ്ടെണ്ണം UAT2 കാണും, അത് എടുക്കരുത്. അഡാഫ്രൂട്ട് GFX സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജനറേറ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കിട്ടും, നമ്മൾ ആർഡിനോ കോഡ് അതുപോലെ കിട്ടും. ആ ഡിസ്പ്ലേ കാണിക്കേണ്ട കോഡാണ് കേട്ടോ. ആ ഡിസ്പ്ലേ കാണിക്കേണ്ട കോഡ് എടുത്തതിന് ശേഷം നമ്മുടെ പ്രോഗ്രാമിനകത്ത് വേണ്ട എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫുൾ പിക്സലിൽ വരുന്നു, പിക്സൽ അറയ്ക്കകത്ത് വരുന്നു എന്നേ ഉള്ളൂ. കറക്റ്റ് ആർഡിനോ കോഡ് തന്നെയാണ് വരുന്നത്. ലൂപ്പിനകത്ത് ആപ്പടെ 2 ലൈനേ ഉള്ളൂ, ഡ്രോ കറണ്ട് സ്ക്രീനും ഡിലേയും. അപ്പൊ ഈ ഡ്രോ കറണ്ട് സ്ക്രീൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്താണ് ഫുൾ ആ സാധനം ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇഫ് കണ്ടീഷൻ എഴുതിയിട്ട് ഈ ഡ്രോ കറണ്ട് സ്ക്രീനെ അതിനകത്ത് ആക്കിയാൽ മതി. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഐഡിയ വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് വെച്ചിട്ടുള്ള പ്രോജക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇത് ചെയ്ത് നോക്കാം. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. പിന്നെ ഗ്രാഫിക്സ് വരും എന്നുള്ളതാണ്.
ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ ഇന്റർനെറ്റിലൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ഒരു ബേസിക് അവയർനെസ്, ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. ആ ഐഡിയ എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി ശരി ശരി. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ അടുത്ത ഏതെങ്കിലും വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.